ഇന്ന് നമ്മൾ സാരിയിൽ എങ്ങനെ ചെണ്ട് കെട്ടുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെയാണ് കേട്ടോ നൂല് വലിക്കേണ്ടത്. ഇത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഈ സാരിയിൽ ചെണ്ട് കെട്ടുന്ന സമയത്താണ് എല്ലാവരും പറയുന്നത് അതൊരു വീഡിയോ ഒക്കെ എടുത്തുകൂടായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ചിന്തിച്ചത്. അപ്പോൾ അത്രയും ഭാഗം ഞാൻ നൂല് വലിച്ചു കഴിഞ്ഞിരുന്നു. ഏകദേശം മനസ്സിലാവുന്നത് എങ്ങനെയാണ് നൂല് വലിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മുന്താണി ഭാഗം, സാരീൻ്റെ മുന്താണി ഭാഗം 2 സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇതാ കണ്ട, ആ സൈഡ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇതിപ്പോൾ നൂല് വലിച്ചതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നൂല് വലിച്ചത് ഒരു 2-2.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ നൂലൊക്കെ വലിച്ച് കളയേണ്ടത്. ആ നൂല് വലിച്ചതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ചെറിയതായിട്ട് നമുക്കറിയാം ഒരു ചെണ്ടിൻ്റെ വീതി എത്രയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു സാരീൻ്റെ ഇത് കണ്ടാൽ അറിയാം. അപ്പോൾ 1 ഇഞ്ച് അകലത്തിൽ ഒക്കെ ചെണ്ട് കെട്ടിയ നൂല് നമ്മൾ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതേപോലെ കൂട്ടി കെട്ടുകയാണ്. നമ്മൾ ചിലപ്പോൾ ചില സാരിയൊക്കെ എടുക്കുമ്പോൾ ചെണ്ടുള്ള സാരി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് കെട്ടണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ ചെണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു സാരി നല്ല ഭംഗിയാക്കിയിട്ട് ചെണ്ടൊക്കെ കെട്ടി റെഡിയാക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് ഈ ചെണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ നൂലൊന്നിച്ച് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണിത് ടൈറ്റായിട്ടിരിക്കുള്ളൂ. പിന്നെ പോളിസ്റ്റർ മിക്സ് ഉള്ള സാരിയിലൊക്കെ ചെണ്ട് കെട്ടുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അഴിയും. കോട്ടൺ സിൽക്ക് അങ്ങനത്തെ സാരിയിലൊക്കെ കെട്ടുമ്പോൾ ആ കെട്ടിയത് നമ്മൾ അതുപോലെ തന്നെ കുറേ നിൽക്കും. ഇത് നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ചെയ്യാൻ ഉള്ളൊരു പ്രചോദനം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആദ്യത്തെ നൂലെങ്ങനെ സൈഡ് കട്ട് ചെയ്യണത്, നൂല് വലിക്കണത് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത് എന്തായാലും ഏകദേശം മനസ്സിലായിണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെണ്ട് കെട്ടുക. ഈ ചെണ്ട് കെട്ടിക്കഴിഞ്ഞാൽ സാരിക്ക് തന്നെ ഒരു ഭംഗിയാണ്. ഉടുക്കുമ്പോൾ സാരിക്ക് നല്ലൊരു ഭംഗി തന്നെയാണ്. ടെക്സ്റ്റൈൽസിലൊക്കെ സാധാരണ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ സാരി മേടിച്ചിട്ട് അവിടെ തന്നെ കെട്ടിക്കാറാണ് പതിവ്. ഞാൻ സാധാരണ വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ആണ് സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യാറ്. അത് എൻ്റെ ചേച്ചിയുടെ മോളും ഭർത്താവുമാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ കണ്ടത് അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ അമ്മേൻ്റെ സാരിയാണ് ചെണ്ട് കെട്ടുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.